ഹലോ മക്കളെ, വെൽക്കം ടു ഡാൻസ് ലേണിംഗ് പോർട്ടൽ. ഓക്കെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷബാന മിസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മാജിദ മിസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം മക്കളെ? എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നോ? വെക്കേഷനൊക്കെ നിങ്ങൾ അടിച്ചു പൊളിക്കുന്നുണ്ടോ? ട്രിപ്പൊക്കെ പോയി വൈബാക്കി സെറ്റാക്കി എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ പോകുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അടുത്ത അക്കാഡമിക് ഇയറിലേക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? പുതിയ പുസ്തകമൊക്കെ വന്നല്ലോ, എല്ലാവരും സ്കൂളിൽ പോയി പുസ്തകമൊക്കെ വാങ്ങിയില്ലേ മക്കളെ? എല്ലാവരും ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് മറിച്ച് നോക്കിയിരുന്നോ ആരെങ്കിലും ഒക്കെ? എല്ലാവരും ഒന്ന് പുസ്തകം നോക്കിയിട്ട് അല്ലേ ശബാന മിസ്സേ? പുസ്തകം നമ്മൾ കണ്ടില്ലേ? നല്ല കണ്ടന്റ് ഫുൾ ആണല്ലേ? എന്താണ് ശബാന മിസ്സിന് പറയാനുള്ളത്? ഞാൻ ബുക്കൊക്കെ നോക്കി, നല്ല ബുക്സ് ഒക്കെയാണ്, നല്ല അപ്ഡേഷൻ ഒക്കെ വന്നിട്ടുള്ളത്. പക്ഷെ മിസ്സേ, എന്റെ വീട്ടിൽ ഇപ്പൊ എന്റെ അനിയത്തിയൊക്കെ 10th ആണ്. കഴിഞ്ഞ വർഷം അവൾ 9th-ലായിരുന്നു. അപ്പൊ അവൾക്കൊക്കെ ഭയങ്കര ടെൻഷൻ. കഴിഞ്ഞ വർഷം ബുക്ക് മാറി, ഇത്തവണയും ബുക്ക് മാറി. എന്താണ് ഇങ്ങനെ കണ്ടന്റ് ഒക്കെ കൂടി വരുന്നതാണോ? ബുക്കിൽ ഇങ്ങനെ കണ്ടന്റ് കൂട്ടുവാണോ? അപ്പൊ അപ്പോഴേ ഒരു അക്കാദമിക് ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവര് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആണ്. അതെ മിസ്സേ, ഈ ഒരു കാര്യം എന്നോട് 2-3 കുട്ടികൾ പറഞ്ഞു. അതെ, എന്താണ് ഈ ഒരു പുതിയ പുസ്തകം കണ്ടിട്ടുള്ള ടെൻഷൻ, അടിക്കടി ഇങ്ങനെ പുസ്തകം മാറുന്നു. ഇനിയിപ്പോ എന്താണ് പുതിയൊരു കണ്ടന്റുകളൊക്കെ വരുമ്പോ, പുതിയ സിലബസ് ഒക്കെ വരുമ്പോ എങ്ങനെയാ ഇതെല്ലാം കൂടെ ഞങ്ങള് ഭയങ്കര ഇറിറ്റേഷൻ ആണല്ലോ, ഭയങ്കര ബേർഡൻ ആണല്ലോ, ഇത്രയും അധികം പോർഷൻസ് കവർ ചെയ്യാൻ എന്നൊക്കെയുള്ള ഒരു ടെൻഷനും ഒരു ആദ്യമൊക്കെ കുട്ടികളുടെ ഉള്ളിൽ കയറി കൂടുന്നുണ്ട്. അതാണ് സത്യം. യെസ്. അപ്പോ മക്കളെ, സത്യം പറഞ്ഞാ നമ്മള് ഇതത്ര വലിയ ടെൻഷനിലൂടെ പോവേണ്ട ഒരു കാര്യമൊന്നുമല്ല. ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ മിസ്സിന് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാലേ, നമ്മൾ ഏതൊരു പോർഷൻ പഠിക്കുമ്പോഴും ഏതൊരു ടഫുള്ള പുസ്തകവും നമുക്ക് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് ഈസി ആയിട്ട് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് സ്വന്തമായിട്ട് അത് പഠിക്കാൻ പറ്റും. അത് ഭയങ്കര ഈസി ആയിട്ട് തന്നെ. നമുക്ക് ടഫുള്ള ടോപ്പിക്കുകളൊന്നും ഇല്ല ടീച്ചറെ. അങ്ങനെയുണ്ടോ? ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊക്കെ പണ്ട് പഠിച്ചിരുന്നത്, ഞാൻ ടീച്ചേഴ്സിനെ പേടിച്ചിട്ടായിരുന്നു ഞാൻ പണ്ട് പഠിച്ചിരുന്നത്. തീർച്ചയായിട്ടും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ഒരു മാത്സിന്റെ ടീച്ചർ ഉണ്ട്. ഞാൻ 8th-ലും 9th-ലൊക്കെ പഠിക്കുമ്പോൾ അപ്പൊ ടീച്ചറുടെ ഒരു വടി, ഇത്രയും വലിയൊരു വടി. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വടിയൊക്കെ അറിയോ? ടീച്ചർക്ക് മാത്സ് ഇഷ്ടമല്ലല്ലോ. അല്ലല്ല, മാത്സ് ഇഷ്ടമല്ല. ടീച്ചറുടെ വടിയുടെ രൂപമൊക്കെ പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ടീച്ചർക്ക് മാത്സ്. സെയിം ടീച്ചറെ, എനിക്കും മാത്സ് ഇഷ്ടപ്പെടാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു മാത്സ്. എന്താ അങ്ങനെ തോന്നാൻ കാരണം? ടീച്ചർക്ക് മാത്സ് ഇഷ്ടാവാതിരിക്കാൻ? എനിക്ക് തോന്നുന്നു ടീച്ചറെ, ഞാൻ കുറെ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് പഠിക്കാത്തത് കൊണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ എപ്പോഴും മിസ്സിനെ ആലോചിച്ചിട്ട് വീട്ടിൽ പോകുമ്പോൾ നാളെ ഇമ്പോസിഷൻ എഴുതേണ്ടി വരുമല്ലോ, മിസ്സിന്റെ അടി കിട്ടുമല്ലോ, അതൊക്കെ ഇക്വേഷൻസ് ഒക്കെ മിസ് വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടൂല. ഞാനത് ബൈഹാർട്ട് ചെയ്ത് പോയിട്ട് എനിക്ക് അവിടെ എത്തുമ്പോൾ ഞാൻ ആ ഇക്വേഷൻസ് ഒറ്റയ്ക്ക് ഇരുന്ന് പറയുന്ന ഇക്വേഷൻസ് എനിക്ക് മിസ്സിന്റെ മുന്നിൽ എത്തുമ്പോൾ അത് പറയാൻ കിട്ടൂല, ക്വസ്റ്റ്യൻ കിട്ടില്ല. അതുപോലെ ഞാനൊക്കെ ചില സബ്ജക്റ്റുകള് ബൈഹാർട്ട് ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ കാണാണ്ട് പഠിക്കായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ എക്സാമിന് പോകുമ്പോ ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എനിക്ക് ആൻസർ അറിയാം, പക്ഷെ ആൻസറിന്റെ ഫസ്റ്റ് ലൈൻ സ്റ്റാർട്ടിങ് കിട്ടാത്ത പ്രോബ്ലം കൊണ്ട് ഈ പേനയും കറക്കി ഞാൻ അങ്ങനെ സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കിട്ടും. പക്ഷെ സ്റ്റാർട്ടിങ് എനിക്ക് അത് എന്തുകൊണ്ടാണ് മിസ് എനിക്ക് കിട്ടാത്തത്? ഞാനത് കാണാതെ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്കത് അത്രയും ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തത്. അപ്പോ മിസ്, എനിക്ക് തോന്നുന്നത് നമുക്ക് ഇത് എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും? മിസ്സിന് എന്തൊക്കെ സജഷൻ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നത് വെച്ചാൽ, എനിക്ക് ബയോളജി ടീച്ചർക്ക് അറിയുള്ളൂ, ഞാൻ ബയോളജിയുടെ ടീച്ചർ. അപ്പൊ എനിക്ക് ബയോളജി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പഠിക്കാൻ. അപ്പൊ ചെറുപ്പത്തിലെ അതിനോടുള്ള, അപ്പൊ ഞാൻ ഈ ഒരു ബയോളജി ടീച്ചറിലേക്ക് എത്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, ബയോളജി ചെറുപ്പത്തിൽ എനിക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ എപ്പോഴും ആനിമൽ പ്ലാനറ്റ് ചാനലിടും, ഡിസ്കവറി ചാനലിടും. അതെ. പിന്നെ എനിക്കൊരു ബയോളജി ടീച്ചർ ഉണ്ടായിരുന്നു. എപ്പോഴും ടീച്ചറുടെ PhD ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ പറയും, റിസർച്ച് ചെയ്ത കാര്യങ്ങൾ. അതൊക്കെ കേട്ട് എനിക്ക് അങ്ങനെ ആ ഒരു ഫീൽഡിലേക്ക് എനിക്കും അത് പഠിക്കണം എന്നുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ അതിലേക്ക് എത്തിയത്. അതുപോലെ എനിക്ക് തോന്നുന്നു ഓരോ ടീച്ചർക്ക് എന്താ പറയുക, ടീച്ചർ SS-നെ കുറിച്ച് എന്താ പറയുക, സോഷ്യൽ സയൻസിനെ കുറിച്ച്? തീർച്ചയായിട്ടും. ഇപ്പോൾ മിസ് ബയോളജീന്റെ കാര്യം പറഞ്ഞപ്പോഴും, ബയോളജീന്റെ ടീച്ചറുടെ കാര്യം പറഞ്ഞപ്പോഴും, ഡിസ്കവറി കണ്ടത് പറഞ്ഞപ്പോഴൊക്കെ എനിക്കും എൻ്റെ സോഷ്യൽ സയൻസ് ഓർമ്മകളാണ്. ഞാൻ എങ്ങനെ ഇന്ന് ഒരു സോഷ്യൽ സയൻസ് ടീച്ചറിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ ഓർത്തെടുക്കുന്നത്. ഭയങ്കര രസകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് മറ്റുള്ള സബ്ജക്റ്റിൽ നിന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഒരുതരം പ്രണയമായിരുന്നു എനിക്ക് അന്ന് സോഷ്യൽ സയൻസിനോട്. അതായത് എനിക്ക് എന്നും എന്തൊക്കെ കഴിഞ്ഞ സംഭവങ്ങൾ, ഹിസ്റ്ററി അറിയാനുള്ള ഒരു ഇഷ്ടം, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എനിക്ക്. നമ്മളിപ്പോൾ ഹ്യൂമൻ ബീയിങ്, എങ്ങനെയാണ് ഹ്യൂമൻ ബീയിങ്
ഉണ്ടായത്, അവരുടെ ഒരു എമർജൻസി എങ്ങനെയായിരുന്നു, ഇവർ ഓരോ ഇതിലൂടെയും കടന്നു പോയിട്ട് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, എത്രയോ മാറിയ ഒരു കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും മനുഷ്യനുണ്ടായ ചേഞ്ചസ് എന്താണ്, അപ്പൊ ഇതിന്റെ ഇടയിൽ എന്തൊക്കെ സംഭവിച്ചു, മനുഷ്യൻ ഒരു ജീവൻ ഈ ഭൂമിയിൽ എങ്ങനെ എമേർജ് ചെയ്തു, ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ചിന്തിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു ക്യൂരിയോസിറ്റിയാണ് എനിക്ക് ഹിസ്റ്ററിയോട് ഭയങ്കര താല്പര്യം ഉണ്ടാക്കിയത്. പക്ഷേ മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് മാത്സ് ഭയങ്കര ടഫായിരുന്നു. കാരണം മാത്സ് ഞാൻ എൻ്റെ ടീച്ചർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുമായിരുന്നു. എന്നാലും ഞാൻ സോഷ്യൽ സയൻസ് എന്താണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പഠിച്ചത് തന്നെയാണ്, പക്ഷെ മറ്റത് കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. അത് തന്നെയാണ് തോന്നുന്നു ടീച്ചറെ ഡിഫറൻസ് എന്ന് തോന്നുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുന്നിടത്താണ്. അതെ, നമ്മൾ എന്ത് ചെയ്യരുത്, ഇഷ്ടപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, പഠിക്കരുത്. നമ്മളെപ്പോഴും നല്ല ഇഷ്ടപ്പെട്ട് വേണം നമ്മുടെ ഓരോ ടോപ്പിക്കുകളും അതിനെ സ്നേഹിച്ച്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇന്നും നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കണം മക്കളെ. ഒരു കാര്യത്തിനെ കുറിച്ച് അറിയാൻ നമ്മളിപ്പോ സയൻസ് അല്ല ടീച്ചറെ, സയൻസിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു എന്നെക്കാളും കുറച്ചും കൂടി ബെറ്റർ ശബാന ടീച്ചർക്ക് ആയിരിക്കും. സയൻസ് പഠിക്കുമ്പോൾ നമ്മൾ ചുറ്റുപാടിൽ കാണുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ കൂടുതൽ ക്യൂരിയസ് ആയിരിക്കാം. ഓരോ ചാപ്റ്റർ തുടങ്ങുമ്പോഴും നമ്മൾ അതിനകത്തുള്ള കാര്യങ്ങൾ എന്താ, നമ്മൾ സെല്ലിനെ കുറിച്ച് അറിയാം, എന്തായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ, എന്തായിരിക്കും അത്, എങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ ഫംഗ്ഷൻ, അങ്ങനെ നമ്മൾ ഓരോന്നിനെ കുറിച്ചും ക്യൂരിയസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് പഠിക്കാനുള്ള ആ ഒരു. ശബാന ടീച്ചർ സെല്ലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാ ടീച്ചർ ഈ സെല്ല് എന്നൊക്കെ പറയുന്നത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാ അല്ലെ. നമ്മുടെ ജീവന്റെ ഒരു ബേസിക് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു സെല്ലിൽ നിന്നാണല്ലോ നമ്മൾ ഓരോ മനുഷ്യനും ഇന്ന് ഈ ഒരു ഫോമിൽ എത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ തന്നെ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഓരോ ടോപ്പിക്കും സബ്ജക്റ്റും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അതെ, അത് എല്ലാം അങ്ങനെയാണ്. ഇപ്പോ ഞാനും ശബാന ടീച്ചറും പറഞ്ഞ പോലെ മാത്സ് ടീച്ചർക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, കഷ്ടപ്പെട്ട് പഠിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ടായിരിക്കാം അന്ന് മാത്സ് എന്തായത്, അതുകൊണ്ട് തന്നെയാണ് അന്ന് മാത്സ് അത്രയും ടഫ് ആവാൻ കാരണം. ഒരു പക്ഷേ നമ്മൾ അന്ന് മാത്സിനെ കുറിച്ച് എന്താണ് ടാൻ, കോസ്, ഇതൊക്കെ നമ്മൾ എവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം, ഇതൊക്കെ അന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് നമുക്ക് ഭയങ്കര രസമായിട്ട് ഒട്ടും ബേർഡനില്ലാതെ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ലേ. പിന്നെ എന്താണെന്നറിയോ ടീച്ചറെ, ഇന്ന് ഈ മക്കൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ അല്ലേ. നമ്മളെ കാലഘട്ടം എങ്ങനെയായിരുന്നു ടീച്ചർ? നമുക്ക് ഇങ്ങനത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇല്ല. നമ്മൾ ഒരിക്കലും ഇങ്ങനെ, നമ്മൾ എപ്പോഴും ഒരു ടീച്ചർ, പാരന്റ്സ് അതിന്റെ ഇടയിൽ ഇങ്ങനെ നമ്മൾ കുടുങ്ങി കിടക്കുകയായിരുന്നു. അതെ, സ്കൂളിൽ നിന്ന് ടീച്ചർ ക്ലാസ് എടുക്കുന്നു, ചെറിയ ക്ലാസ്സിലൊക്കെ ആയിരുന്നപ്പോ വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മ തല്ലും, ഉമ്മ ക്വസ്റ്റ്യൻ ചോദിക്കും, അന്ന് എടുത്തത് ഉമ്മ ചോദിക്കും എന്നുള്ള പേടിയും ടെൻഷനും, പിന്നെ ടീച്ചറുടെ തല്ല് കിട്ടും. ആ വലിയ തലക്കില് ഒരു ബോളുള്ള അതിന്റെ കൂടെ റബ്ബറൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചൂരലും കെമിസ്ട്രി ടീച്ചറും മാത്സ് ടീച്ചറൊക്കെ വരുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. ഇനി തല്ലാണോ ഇമ്പോസിഷൻ ആണോ കിട്ടാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മളിങ്ങനെ വരുന്ന സമയം, ടീച്ചർ ഇങ്ങനെ വരുന്ന സമയം ഇവിടെ നിന്ന് പഠിക്കുകയാണ്. അല്ലെങ്കിൽ രാവിലെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ട് ഒരാൾ ഓടിപ്പോയി സ്റ്റാഫ് റൂമിൽ നോക്കും അല്ലെ, എടാ ഇന്ന് മാത്സ് ടീച്ചർ ഇല്ല, ഇന്ന് നമുക്ക് വലിയ പെരുന്നാളാണ് ക്ലാസ്സിൽ അല്ലെ, ഇന്ന് മാത്സ് ടീച്ചറൊക്കെ വരാണ്ടിരിക്കാൻ നമ്മൾ എത്ര പേര് രാവിലെ പ്രാർത്ഥിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെയായിരുന്നു നമ്മൾ അന്ന് പാരന്റ് ടീച്ചർ ഇതിൻ്റെ ഇടയിൽ. പക്ഷേ ഇന്നത്തെ മക്കൾക്ക് ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ശബാന മിസ്സേ, നമ്മള് ഇപ്പൊ പറഞ്ഞു നമ്മളെ കുട്ടികൾക്ക് ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. നമ്മളുടെ പോലെയല്ല ഒരു ടീച്ചറിലോ ഒരു ഉമ്മയിലും അതിന്റെ അടുക്ക് കുടുങ്ങിക്കിടക്കുന്നതല്ല ഇന്നത്തെ കുട്ടികളുടെ പഠനം എന്ന് പറയുന്നത്. ഒരുപാട് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാം, അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവർക്ക് പഠിക്കാൻ കഴിയുന്ന ഒരുപാട് റിസോഴ്സസ് അവർക്കുണ്ട്. അതെങ്ങനെ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും? ശബാന മിസ്സിന്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? അതായത് മിസ്സേ, നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലം പോലെയല്ല. നമ്മളിപ്പോൾ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സ്, നമ്മുടെ വീട്ടിലെ പാരന്റ്സ്, അങ്ങനെ ചുരുക്കം ആളുകൾ കൂടെയായിരുന്നു നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടിയിരുന്നു. അതെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കുട്ടികൾക്ക് ഒരു ഫിംഗർ ടിപ്പിലാണ് ChatGPT, ജെമിനി, ഇതൊക്കെ വഴി അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് അവർക്ക് അവൈലബിൾ ആണ്. നമ്മൾ AI കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്തൊക്കെ നമ്മൾ അക്വയർ ചെയ്യുന്ന ഓരോ നോളേജും ഭയങ്കരത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. ആനിമേഷൻസും ഓരോ ഗ്രാഫിക്സും പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അവരുടെ ഉള്ളിലേക്ക്
സ്റ്റേജിലേക്ക് കയറുന്നത്. അതെ, നമുക്ക് ഇത് പറയുമ്പോ തന്നെ നമുക്കൊന്നും കൂടി പഠിക്കാൻ വേണ്ടി ആഗ്രഹമല്ലേ? ഈ ഒരു കാലഘട്ടത്തിൽ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് എത്രത്തോളം രസകരമായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നാറുണ്ട്. അപ്പോ മക്കളെ, നമ്മൾ പറഞ്ഞു നമ്മൾ ഇത്രയും സ്ട്രഗിൾ എടുത്തു, ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ ഇത്രയും സ്ട്രെയിൻ ചെയ്ത് ഇതൊക്കെ എനിക്ക് പറ്റുമോ, എനിക്ക് ഈ പ്രാവശ്യം അയ്യോ എൻ്റെ ഇത്താത്തക്ക് കഴിഞ്ഞ പ്രാവശ്യം ഫുൾ A+ ആയിരുന്നു, ഇനി എനിക്കത് നേടാൻ പറ്റുമോ, എന്നെക്കൊണ്ടത് പറ്റില്ലല്ലോ, ഇതിപ്പോ പുസ്തകം മാറിയല്ലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ പുസ്തകം സിമ്പിൾ ആയിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ, ഈ പ്രാവശ്യത്തെ ടഫാണല്ലോ എന്നൊക്കെയാണ് ഓരോരുത്തർ ധരിച്ചു വെച്ചേക്കുന്നത്. പക്ഷേ എല്ലാം സിമ്പിളാണ്. നമുക്ക് അങ്ങനെ ടഫായിട്ടുള്ള ഒരു ടോപ്പിക് ഒന്നുമില്ല. നമുക്ക് ഏത് ടഫ് ടോപ്പിക് ആണെങ്കിലും ഇന്നത് വെരി സിമ്പിളായിട്ട് നമ്മളിലേക്ക് എത്തിക്കാനുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഏത് ക്ലാസ്സുകളും നമുക്കിന്ന് യൂട്യൂബിൽ അവൈലബിൾ ആണ് ടീച്ചറെ. അപ്പൊ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അവൈലബിൾ ആണ്. അതെ, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ കുട്ടികളെ എത്രത്തോളം എൻജോയ് ചെയ്യിക്കാൻ പറ്റുമോ, എത്രത്തോളം എന്റർടൈൻ ചെയ്യിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇന്ന് നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ എല്ലാ വഴികളിലൂടെയും പഠിക്കണം. നമുക്ക് എന്നും ക്യൂരിയസ് ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് കുറെ പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ എന്നും ക്യൂരിയസ് ആവുക. നമ്മളെ ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ ഒബ്സർവ് ചെയ്ത് അതൊക്കെ എന്താണ്, അതിൻ്റെയൊക്കെ ബിഹൈൻഡിൽ എന്താണ്, അതെങ്ങനെ അവിടെ എത്തി, അതെങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ ക്യൂരിയസ് ആവുക. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഓരോ സംഭവങ്ങളെ കുറിച്ച് പഠിക്കാനും ഭയങ്കര സിമ്പിളാണ്. കൂടാതെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരു പാരന്റിനും ടീച്ചർക്കും ഇടയിൽ നിന്നും ഒരു വലിയൊരു ലോകത്താണ്. നമ്മളൊക്കെ പിന്തുണക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് നമ്മൾക്ക് ചുറ്റുമുണ്ട് അല്ലെ? എന്തായാലും മിസ്സേ, ഇനിയിപ്പോ ആരില്ലെങ്കിലും നമ്മളല്ലേ, ആര്, നമ്മുടെ റാൻസ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എത്ര ഗൈഡൻസ് എന്ത് കാര്യത്തിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാൻ റാൻസ് നിങ്ങളെ കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് മോർ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഓരോ പഠിക്കുന്ന ഓരോ ടോപ്പിക്കും ബ്യൂട്ടിഫുൾ ആക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യുക. ഈ ഒരു ഇയറിലെ മുഴുവൻ ചാപ്റ്റേഴ്സും നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക് ഇയർ തന്നെ കൂടുതൽ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് റാൻസ് വിത്ത് യു. ഓക്കെ, അപ്പോൾ ബൈ മക്കളെ.